ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ സഖാക്കളുടെ ഒരു വിളയാട്ടം തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ചിത്രങ്ങളും ദൃശ്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. കുട്ടി നിക്കറെല്ലാം ഇട്ട് അങ്ങ് ആടിപ്പാടുകയാണ്. ഈ സഖാക്കൾക്ക് എന്താണ് ഹിന്ദുക്കളോട് ഇത്ര വിരോധം? ഞാൻ അതിനെക്കുറിച്ച് വിനാശകാലേ വിപരീത ബുദ്ധി എന്നൊരു ചൊല്ലുണ്ട്. ഇവിടെ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നാശകാലം അടുത്തിരിക്കുന്നു. അപ്പോൾ പിന്നെ ആ നാശത്തിലേക്കുള്ള പ്രയാണം അത് വേഗപ്പെടുത്താൻ, അത് ത്വരിതപ്പെടുത്താൻ, അതൊന്ന് സ്പീഡാക്കാൻ എന്ത് വൃത്തികേടും ചെയ്യും, എന്ത് കുഴപ്പങ്ങളും ചെയ്യും. ഇവിടെ അതാണ്. പണ്ട് രാവണനൊരു ഉപദേശം കിട്ടിയതാണ്, ഈ സീതയെ തിരിച്ചു കൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ. അന്ന് രാവണൻ അത് കേട്ടില്ല. അതിൻ്റെ ഫലം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. രാവണനും രാവണൻ്റെ സൈന്യവും മുച്ചൂടും നശിച്ചു, എല്ലാവരും കൊല്ലപ്പെട്ടു. അതുപോലെ CPM-നെ കാലം കൊണ്ട് ബാധിച്ചിരിക്കുന്ന ദോഷമാണിത്. അപ്പോൾ അത്തരക്കാർക്ക് ഭ്രാന്തളാകും. നമുക്ക് അത് യാദവന്മാരുടെ കാര്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഋഷിമാരുടെ അടുക്കൽ ഒരു പുരുഷനെ സ്ത്രീയായിട്ട് ഗർഭിണിയായിട്ട് വേഷം കെട്ടിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവൾ പ്രസവിക്കുന്നതാണോ പെണ്ണോ എന്നൊന്ന് പ്രവചിക്കാൻ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, പ്രസവിക്കും, ഒരു ഇരുമ്പൊലക്കയായിരിക്കും, അത് നിൻ്റെയൊക്കെ നാശത്തിന് കാരണമാകും എന്ന് പറഞ്ഞതുപോലെയാണ് CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെതിരെ ഇപ്പോൾ CPM-ന്റെ സൈബർ സഖാക്കൾ ഒരു പ്രസ്താവനയുമായി അവർ രംഗത്ത് വരികയാണ്, ക്യാപ്സ്യൂളുമായി രംഗത്ത് വരികയാണ്. ആ ക്യാപ്സ്യൂൾ ഇങ്ങനെയാണ്: അമ്പലമുറ്റത്ത് ശാഖ നടത്താമെങ്കിൽ എന്താ ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ പാട്ടുപാടിക്കൂടെ? പാട്ടുപാടാം, പക്ഷേ ഈ കുട്ടി നിക്കറും ഇട്ട് ആവേശം കയറുമ്പോൾ ഡ്രസ്സൂരി എറിയുന്ന ചില കലാകാരന്മാരുണ്ടല്ലോ, അവരാണിപ്പോൾ ഈ CPM-ന്റെ മാതൃക. അതെ, CPM എല്ലാ കാലത്തും അങ്ങനെയാണ്. അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം തൊട്ടേ നമുക്കറിയാം. കമ്മ്യൂണൽ ആയിട്ട് ജീവിച്ച ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആണും പെണ്ണും കൂടെ ഒരുമിച്ച് വിവാഹിതരാകാതെ ഒരു മുറയിലും ഇല്ലാതെ ജീവിച്ച ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവസാനം നാട്ടുകാരിടപെട്ട് അടിയും കൊടുത്ത് ഓടിച്ച ചരിത്രവും നമുക്കറിയാം. എന്തായാലും CPM തങ്ങളുടെ ആ ജനിതക വൈകല്യം അല്ലെങ്കിൽ ആ ജനിതക സ്വഭാവം മാറ്റാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഈ അമ്പലമുറ്റത്ത് എവിടെയാണ് ശാഖ നടക്കുന്നത്? അമ്പലത്തിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ശാഖ നടന്നിട്ടുണ്ടാവാം. ഇപ്പോൾ ഭരണം അവരുടെ കയ്യിലല്ലേ. നിങ്ങൾക്ക് ഈ ശാഖ ശാഖ നടത്തണമെന്ന് പറഞ്ഞ ഇത്തരം പേക്കൂത്തുകളൊന്നും അല്ലല്ലോ നടക്കുന്നത്. ഇനി നിയമം കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ അമ്പലമുറ്റത്ത് ഈ പറയുന്നതൊന്നും നടക്കണ്ട. നിങ്ങളുടെ പോലീസല്ലേ, നിങ്ങളുടെ ഭരണമല്ലേ, നിങ്ങൾക്ക് എന്താ അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ? അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങി പോകൂ പിണറായി വിജയ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് മനസ്സിലാക്കേണ്ടത് CPM-ന് അത് നിയന്ത്രിക്കാൻ പറ്റാതെ പോയിട്ട് പിണറായി വിജയനെ സൂചിപ്പിച്ചത് കൊണ്ടാണ്. അദ്ദേഹം ഈ CPM-കാർക്ക് ഒരു ദൈവമാണല്ലോ, കാരണഭൂതനും സൂര്യനും ചന്ദ്രനും എല്ലാമാണല്ലോ. അപ്പൊ ആ സൂര്യന്റെ ക്ഷേത്രം വെച്ച് ഇത്തരം പരിപാടികൾ നമ്മുടെ MM മണി പറയും പോലെ ഈ മറ്റു പരിപാടികൾ ആ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിക്കൂടെ? അതാണ് ചെയ്യേണ്ടത്. അവർ മാന്യമായിട്ട് ചെയ്യേണ്ടത് എവിടെയെങ്കിലും ഒരിടത്ത് സ്ഥലം വാങ്ങി കാരണഭൂതന്റെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി വെച്ച് പ്രതിഷ്ഠയൊക്കെ ഉണ്ടാക്കി അതിന് മൂലമന്ത്രമൊക്കെ ഉണ്ടാക്കി പ്രതിഷ്ഠയൊക്കെ നടത്തി ഈ പറയുന്ന പോലെ ഇൻഗുലാബ് സിദ്ധാവാദ് തന്നെ മൂലമന്ത്രമാക്കിക്കോളൂ. നമുക്ക് വിരോധമൊന്നുമില്ല, നിങ്ങൾക്ക് എന്തും ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഈ പേക്കൂത്തുകളെല്ലാം കാണിക്കാം. അവിടെ മറ്റേ പരിപാടിയോ നഗ്ന നൃത്തമോ എന്ത് വേണേ നമുക്ക് തന്ത്രിയായിട്ട് MM മണിയെ തന്നെ വയ്ക്കാമല്ലോ. അതൊക്കെ സാധിക്കുന്ന കാര്യമല്ലേ. നിങ്ങൾ ചെയ്തുകൊള്ളൂ. എന്തിനാണ് ഈ പാവപ്പെട്ട ഭക്തരെ ഈ പറയുന്ന മനസമാധാനത്തിന് വേണ്ടി ഈ മന്ത്രങ്ങൾ ചൊല്ലാൻ വേണമെങ്കിൽ G. സുധാകരനെ വിളിക്കാം. അദ്ദേഹം പിന്നെ ഈ തന്ത്രിമാരുമായിട്ട് വലിയ അടുപ്പമുള്ള ആളാണ്. തന്ത്രിമാരെ നിരന്തരം തന്ത്രിമാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിന് മതിയായി, അദ്ദേഹം കൂട്ടിക്കേറി, അല്ലെങ്കിൽ അവർ അദ്ദേഹത്തെ കൂട്ടിലടച്ചു. ഇരിക്കട്ടെ. അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ക്ഷേത്രമുണ്ടാക്കി ഇതൊക്കെ ചെയ്യുക. ഈ പാവപ്പെട്ട ഭക്തരെ, ഈ പറയുന്ന ഹിന്ദു വിശ്വാസികളെ എന്തിനാണ് നിങ്ങൾ അവരുടെ തലയ്ക്ക് കയറാൻ വരുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ഒരു മുസ്ലിം പള്ളിയിലെ ചന്ദനക്കുട നേർച്ചയോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ പള്ളി പെരുന്നാളിന് അതിനോടനുബന്ധിച്ചോ ഇത്തരത്തിലൊരു പരിപാടി നടത്താത്തത്? അവിടെയും നിങ്ങൾക്ക് പോയി ഇതുപോലെ ഗാനമേള നടത്താമല്ലോ, ഇതുപോലെ തുണി ഊരി എറിയുന്ന ഡാൻസ് അവിടെ നടത്താമല്ലോ, അത്തരം കലാകാരന്മാരെയും കലാകാരികളെയും നിങ്ങൾക്ക് കൊണ്ടുവരാമല്ലോ. എന്താ നിങ്ങൾ അവിടെയൊന്നും പ്രവേശിക്കും? അല്ല, എനിക്ക് തോന്നുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വലിയ രീതിയിൽ ഹിന്ദു സമുദായം CPM-ൽ നിന്ന് അകന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കുമോ ഈ വിശ്വാസികളെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുക? കാരണം ഈ ക്ഷേത്രങ്ങളിൽ അന്ന് കണ്ണൂരിൽ ഉണ്ടായത്, ക്ഷേത്രങ്ങളിൽ കയറി
പോലീസിനെ കയ്യേറ്റം ചെയ്യുക, ഈ ഇപ്പോൾ തെയ്യവുമായി ബന്ധപ്പെട്ട പല ക്ഷേത്രങ്ങളിലും ഈ ചെഗോരയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, ചെങ്കൊടികൾ പ്രദർശിപ്പിക്കുക, അത് ആ തെക്ക് വടക്കില്ലാതെ കണ്ണൂരും ഉണ്ടാകുന്നു, കൊല്ലത്തും ഉണ്ടാകുന്നു. അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നു. കേരളം മുഴുവനും തീർച്ചയായിട്ടും അതിൻ്റെ പുറകിലൊരു ഗൂഢാലോചനയുണ്ട്. അത് മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനുള്ളതാണ്. അവർക്കിപ്പോൾ RSSും CPMുമായിട്ടുള്ള സംഘർഷമെല്ലാം അവസാനിച്ച് വളരെ സമാധാനപൂർവ്വം നാട്ടിൽ ജനങ്ങൾ ജീവിക്കുകയാണ്. ആ കാര്യത്തിൽ, ആ ഒരു വിഷയത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒരു അറുതി ഉണ്ടായിരിക്കുന്നു. മറ്റു കൊലപാതകങ്ങൾ വേറെ ധാരാളം നടക്കുന്നുണ്ട്, പക്ഷേ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒരു അറുതി ഉണ്ടായിരിക്കുന്നു. ഇത് രാഷ്ട്രീയമായിട്ട് CPMന് വലിയ പരാജയമാണ്. CPMനെ സംബന്ധിച്ച് സംഘർഷം അവരുടെ ജീവവായുവാണ്. സംഘർഷമില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ ആരംഭം തന്നെ അങ്ങനെയാണ്. ഉന്മൂലന സിദ്ധാന്തമാണ് അവരുടെ സിദ്ധാന്തം. ഈ ജനങ്ങളെ രണ്ട് വർഗമായിട്ട് തിരിച്ച് ഒരു വർഗത്തെ ഇല്ലാതാക്കുക, അതാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇന്നില്ല. ഇനി എങ്ങനെയെങ്കിലും ആ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്ത് പറ്റും? പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ വിഭാഗീയതയുണ്ട്, പലരും പല വഴിക്കാണ്. ഇതിനെല്ലാം ഒന്ന് ഒരുമിപ്പിച്ച് നിർത്തണം. അപ്പോൾ ഒരുമിപ്പിച്ച് നിർത്തണമെങ്കിൽ ഒരു പൊതുശത്രു വേണം. അവിടെ ആ പൊതുശത്രുവായിട്ട് ഹിന്ദുവിനെ, RSSനെ, BJPയെ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ ഉയർത്തി കാട്ടാനാണ് ശ്രമം. ഇതിൻ്റെ പുറകിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. നിസ്സാരമല്ല ഈ തരത്തിലുള്ള ഈ പ്രവൃത്തികൾ. അത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ആകുമ്പോൾ അതിന് എന്താ പറയുക, ഗൗരവം കൂടും. ആ ഗൗരവം മുതലെടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. പോലീസും അവരുടെ കയ്യിലുണ്ട്. ഈ പറയുന്നത് പോലെ വിശ്വാസികളെ തമ്മിൽ തല്ലിക്കാൻ ഹിന്ദു വോട്ട് ബാങ്ക് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ചെയ്യുമ്പോഴും ഒരു വലിയൊരു സംസ്കാരമാണല്ലോ തകരുന്നത്. ഈ ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഈ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകളും കുട്ടികളും എന്ത് വിചാരിക്കും? അങ്ങോട്ട് പോകണ്ട എന്ന ചിന്തയിലും ഉണ്ടാവുക. അതെ, ഇപ്പോൾ ശ്രീതി പറഞ്ഞ കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ വിഷയങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ തെയ്യങ്ങളുടെ കാലമാണ്, അത് ഏതാണ്ട് അവസാനിക്കാറായി. പക്ഷേ ഈ തെയ്യക്കാലം മുഴുവനും സംഘർഷത്തിൻ്റെതായിരുന്നു. അവിടെ ഈ അമ്പലപ്പറമ്പിൽ വെച്ച് തെയ്യം കെട്ടിയാടുന്ന എന്തായാലും ക്ഷേത്ര കമ്മിറ്റിക്കാർ നട്ടലില്ലാത്ത ജന്മങ്ങളായി പോയി അല്ലേ? കാരണം ഈ DYFIയിലെ ചിത്രങ്ങളാണ് ക്ഷേത്രത്തിൽ അങ്ങ് പ്രദർശിപ്പിക്കുക. കമ്മിറ്റിയും DYFIയുടെ കമ്മിറ്റിയും അല്ലെങ്കിൽ CPMന്റെ കമ്മിറ്റിയും തമ്മിൽ അവിടെ വ്യത്യാസമില്ലല്ലോ. ഈ കടക്കൽ പ്രദേശത്തെ കുറിച്ച് ശ്രീജിത്തിന് അറിയുമോ? അവിടെ പണ്ട് അല്ല, പക്ഷെ അവിടെ ഹിന്ദുക്കളില്ലേ? ഈ കമ്മിറ്റിക്കാർ ഉണ്ടെങ്കിലും അവന്മാർ ഈ ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ, ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണ്. ആ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ആരാണ്? CPM ആണ്. ആ ക്ഷേത്ര ഭരണസമിതി, അവിടുത്തെ ഈ പറയുന്ന ദൈനംദിന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടുന്ന ഭരണസമിതിയുണ്ട്. അതാരാണ്? CPM ആണ്. ഉത്സവം നടത്തുന്നത് ആരാണ്? CPM ആണ്. അപ്പോൾ പിന്നെ അവിടെ ആര് ചോദിക്കാനുണ്ട്? അവിടെ പണ്ട് നടന്നൊരു സംഭവം ഞാൻ പറയാം. 2017 വർഷത്തിലാണ് അവിടെ ഒരു ASIയെ ഒരു സംഘർഷത്തിനിടയ്ക്ക്, അദ്ദേഹം പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് CPMന്റെ എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ BJPയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുറ്റം. അദ്ദേഹത്തെ അവിടെ വെച്ച് മാരകമായിട്ട് എറിഞ്ഞ് പരിക്കേൽപ്പിച്ച് അടിച്ചും ചവിട്ടിയും ഒക്കെ ഉപദ്രവിച്ച് 2 ആഴ്ചയോളം വളരെ സീരിയസ് ആയിട്ട് ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രി കിടന്ന് ആ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങി. അതിലെ പ്രതികളെ പോലും ശരിയായ വിധത്തിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. നോക്കൂ, ഒരു റിട്ടയർഡ് പോലീസുകാരൻ്റെ അവസ്ഥയാണ്. കണ്ണൂരിൽ എന്താ സംഭവിച്ചത്? പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചത്. പോലീസ് അടിയും കൊണ്ട് ഓടി അവിടുന്ന്. ഈ നാട്ടിൽ പോലീസുകാർക്ക് രക്ഷയില്ല. പിന്നെയാണോ ഈ പറയുന്ന പോലെ ഒരു റിട്ടയർഡ് ASIക്ക്? അതുപോലെ ഇത് ചോദ്യം ചെയ്യാൻ ആര് തയ്യാറാകും? ഈ ചോദ്യം ചെയ്യാൻ ഒരു ചെറിയ സമൂഹമേ അവിടെ കാണുള്ളൂ. അവരെ ആക്രമിച്ച് അടിച്ച് പാദം വരുത്തി അവിടുന്ന് ഓടിക്കും. അതാണ് CPMന്റെ ഗുണ്ടായിസം. അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ആര് എന്ത് ചോദിക്കാനാണ്? നമുക്ക് അവരുടെ അവസ്ഥ, പാർട്ടി ഗ്രാമമാണ് ഈ കടക്കൽ. ചേട്ടാ പറഞ്ഞു പറഞ്ഞ ഇനി ഭക്തജനങ്ങൾ ഈ നഗ്ന നൃത്തവും കണ്ടിരിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അല്ലെങ്കിൽ സഖാക്കൾ പറയുമ്പോലോ, നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, ഇതാണ് അവരുടെ നയം. ഇത് വളരെ കൃത്യമായിട്ട് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. ഇതിന് ഒറ്റ മരുന്നേ ഉള്ളൂ. വളരെ കൃത്യമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനം അതിന് മറുപടി കൊടുക്കുമെങ്കിൽ നന്നായി. ഈ ഭരണം കയ്യിലുള്ളതിൻ്റെ ഹുങ്ക് ഒരു 50% അങ്ങ് കുറയും. അതോടുകൂടി പിന്നെ ഈ സംഘടനാ സംവിധാനത്തിന്റെ ഇന്ന്, പക്ഷേ അതൊന്നും അത്ര എളുപ്പമല്ല. സോഷ്യൽ മീഡിയയൊക്കെ വളരെ ശക്തമാണ്. അല്ല, ജനത്തിന് അതാണ് അടുത്തൊരു കൺഫ്യൂഷൻ. ആർക്ക് വോട്ട് ചെയ്യും? അതെ, ഈ LDFനെ പരാജയപ്പെടുത്തിയിട്ട് UDFനെ കയറ്റുമ്പോൾ പാലക്കാട് കണ്ടതാണല്ലോ. ആദ്യം കൊടിയുമായി രംഗത്ത്, അതിനേക്കാൾ സഖാക്കൾ, അതിനേക്കാൾ ഇത് സഹിച്ചാൽ മതി എന്ന് ജനം കരുതിയാൽ കുറ്റം പറയാൻ പറ്റില്ല അവരെ. എന്തായാലും ഈ നഗ്ന നൃത്തം കാണുന്നതാണ് നല്ലത്. അതെ, SDPIക്കാരുടെ നഗ്ന നൃത്തത്തെക്കാൾ നല്ലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നഗ്ന നൃത്തമാണെന്ന് ജനം കരുതിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല.
പക്ഷെ ഇവിടെ അവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ തരത്തിൽ BJP വളരുന്നില്ല, അല്ലെങ്കിൽ BJP അത്തരത്തിലുള്ള അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നില്ല. അത് ജനങ്ങളുടെ കുറ്റമല്ല, അവരെ നമുക്ക് കുറ്റപ്പെടുത്താനും സാധിക്കില്ല. എന്തായാലും വരാൻ പോകുന്നത് വലിയ സംഘർഷങ്ങളുടെ നാളുകളാണ്. ഈ പറയുന്നത് പോലെ ഇലക്ഷൻ വരെ എന്തും നമ്മുടെ നാട്ടിൽ നടക്കാം. അത് ഈ പ്രാദേശികമായ വ്യത്യാസമൊന്നുമില്ല. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഇത് ഇനി തുടരും. CPM എല്ലാ ശക്തിയും എടുത്ത് സംഘർഷം ഉണ്ടാക്കാനുള്ള പരിശ്രമം അവർ നടത്തും. നാട് കുട്ടിച്ചോറായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ജയിക്കണം, തുടർഭരണം കിട്ടണം. ഇതാണ് പിണറായിയുടെയും കൂട്ടരുടെയും ലക്ഷ്യം. അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും പോകും.